കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒട്ടേറെ അവകാശവാദങ്ങളുമായിട്ട് പല കക്ഷികളും കടന്നു വരികയാണ്. ഇതിൽ ഏറ്റവും രസകരമായി തോന്നിയ ഒരു അവകാശവാദം മറുനാടൻ സാജൻ്റെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കരച്ചിലാണ്. അത് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മറുനാടൻ സാജനെ വളരെ മോശമായി പറഞ്ഞു, അഴിമതിക്കാരൻ എന്ന് പറഞ്ഞു. അവർക്ക് അഹങ്കാരമാണ്. അപ്പം മറുനാടൻ ഷാജനെ അംഗീകരിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മറുനാടൻ ഷാജൻ്റെ പിന്തുണ തേടാത്തത് കൊണ്ട്, മറുനാടൻ ഷാജനെ തള്ളിപ്പറഞ്ഞത് കൊണ്ടാണ് പാലക്കാട്ടെ സി കൃഷ്ണകുമാർ തോറ്റത് എന്നാണ് പുള്ളി ആ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. അതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവകാശവാദമായി എനിക്ക് തോന്നി. കാരണം പുള്ളിയെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ പുള്ളി വെച്ച് വിളമ്പി നാട്ടുകാർക്ക് മുഴുവൻ തിന്നാനും അതുപോലെ ഛർദ്ദിക്കുവാനും കൊടുക്കുന്ന പച്ചവർഗീയത. അദ്ദേഹം ഭയങ്കര വർഗീയവാദിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ വർഗീയവാദികളാണ്. അപ്പോൾ ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും അവരുടെ വീഡിയോ ആരാണോ കാണുന്നത് അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ വീഡിയോ ആരാണോ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് പച്ചയായ വർഗീയതയാണെന്ന് മാത്രമല്ല, നാട്ടിൽ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന ഏർപ്പാടാണ്. ഇതാണ് വർഗീയത പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഗീയത പറഞ്ഞങ്ങ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിനപ്പുറം ആ വർഗീയത കൊണ്ട് മനുഷ്യനെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ സാജന് ഇപ്പോഴുള്ള പ്രശ്നം, സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന RSSകാരൻ സാജനെ തള്ളിപ്പറഞ്ഞു, അഴിമതിക്കാരനായി പറഞ്ഞു. അദ്ദേഹത്തെ സുഡാപ്പി എന്ന് വിളിച്ചു സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ അവർക്ക് അഹങ്കാരമാണ്. ഓക്കെ, സി കൃഷ്ണകുമാറിനും അവിടുത്തെ BJP നേതൃത്വത്തിലുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവാം, അവർക്ക് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാവുന്ന വിഷയങ്ങളുണ്ടാവാം, അതുകൊണ്ടാണല്ലോ തോറ്റത്. പക്ഷേ ഇത് പുള്ളിയുടെ ഫേസ്ബുക്കിൽ പോയി കമൻറ്റ് ചെയ്തതുകൊണ്ട്, പുള്ളിയുടെ പ്രവർത്തനങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ശ്രീകൃഷ്ണകുമാർ തോറ്റു എന്ന ഏറ്റവും വ്യത്യസ്തമായൊരു കണ്ടുപിടുത്തം കഴിഞ്ഞ ദിവസം സാജൻ നടത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഈ പാലക്കാടുമായി ബന്ധപ്പെട്ടിട്ട് അല്ല, അത് ഞാൻ പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധമുള്ളതുകൊണ്ട് പറഞ്ഞാണ്. ചേലക്കരയിലെ പരാജയത്തെ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ, ചേലക്കരയിൽ നമുക്കറിയാം അതൊരു സംവരണ മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് വിജയം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടൊരു വികാരം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു ജനറൽ സീറ്റായിരുന്നെങ്കിൽ UDF ഇതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുമായിരുന്നു, വിജയിക്കുമായിരുന്നു. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ചേലക്കര കഴിഞ്ഞ കുറേ 10, 20, 25 കൊല്ലമായിട്ട് K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയിൽ കറങ്ങിത്തിരിയുന്ന ഒരു മണ്ഡലമാണ്, സംവരണ മണ്ഡലമാണ്, സാധാരണക്കാരായ മനുഷ്യരുള്ള മണ്ഡലമാണ്. അപ്പം അത്തരമൊരു മണ്ഡലത്തിൽ വളരെ ജനകീയനായ K. രാധാകൃഷ്ണൻ, അതേപോലെ തന്നെ ജനകീയൻ അദ്ദേഹത്തിൻ്റെ ജൂനിയർ, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എന്ന് പറയുന്ന വേറൊരാളാണ് UR പ്രദീപ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, K. രാധാകൃഷ്ണൻ, ഞാൻ അദ്ദേഹത്തെ നേരിട്ടിട്ട് ഒരു പ്രാവശ്യം കാണുകയും അല്പനേരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത്. അദ്ദേഹത്തിന് വളരെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ, വലിയ തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവാണെങ്കിലും ആ തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ പെരുമാറ്റ രീതികളൊന്നുമില്ലാത്ത വളരെ ലളിതമായി മാന്യമായി അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, ആ നിലയിൽ തന്നെ പെരുമാറുന്നതാണ് രാധാകൃഷ്ണൻ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് UR പ്രദീപിൻ്റെയും ഒരു ക്യാരക്ടർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെയാണ് രമ്യ ഹരിദാസ് മത്സരിക്കുന്നത്. രമ്യ ഹരിദാസിൻ്റെ ഒരു പ്രശ്നം, ഒന്ന്, ഈ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ സാജനുമായി ബന്ധപ്പെട്ട വിഷയം, വെറുതെ സാജൻ എന്തും പറയാം, സാജന് വീഡിയോ ഇട്ട് ആളുകളെ കാണിപ്പിച്ച് അതിൻ്റെ പരസ്യം കൊണ്ട് വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. പക്ഷേ രമ്യ ഹരിദാസ് UDFൻ്റെ നേതാവാണ്. അവർ രാഷ്ട്രീയ ഉത്തരവാദിത്തം ആ വിഷയത്തിൽ കാണിച്ചില്ല. സാജനെ പോലെയുള്ള നാട്ടിൽ തമ്മിൽ തല്ലിക്കുന്ന ആളുകളെ പ്രൊമോട്ട്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ ഈ സമൂഹത്തിന് ഇഷ്ടമല്ല. അവരത് പറയാനുണ്ടായ കാരണം ഒരു പക്ഷേ രാഷ്ട്രീയമായി അവർക്ക് തന്നെ ന്യായങ്ങളുണ്ടാവാം. എനിക്ക് തോന്നുന്നു ഏതോ ഇടതുപക്ഷ ഇത്തരത്തിനിടയ്ക്ക് കൂലിക്കെഴുതുന്ന ആളുകളോടുള്ള വിരോധം അതൊക്കെ കൂടിയിട്ട് ഇവർ ഒന്നിച്ചതാണെന്ന് തോന്നുന്നു. ഈ ശത്രുവിനെതിരെ എല്ലാവരും ഒന്നിക്കുമല്ലോ. അപ്പോൾ ശത്രുവിനെതിരെ ഒന്നിക്കുമ്പോൾ ചിലപ്പോൾ തൻ്റെ ശത്രുവിനെയും ചിലപ്പോൾ മിത്രമാക്കി മാറ്റും.
ആ നിലയിലുള്ള ഒരു ടാക്കിസാണ് എന്തോ എന്നറിയില്ല. എന്തായാലും അവരുടെ ഫോട്ടോ ഒരുമിച്ച് എന്നുള്ളത് ഇപ്പോഴും പ്രചരിക്കപ്പെട്ടു. അത് ചേലക്കരയിൽ സ്ഥിരമായി CPM വോട്ട് ചെയ്യുന്ന മുസ്ലിം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള എതിർപ്പുണ്ടാക്കി. അപ്പോൾ ഏതെങ്കിലും നിലയിൽ ഇടതുപക്ഷത്തിനോട് എതിർപ്പുള്ള വോട്ടുകൾ അത് അടർത്തി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ചേലക്കരയിൽ ഉണ്ടായില്ല. അതിലൊന്നാമത്തെ കാരണം രാധാകൃഷ്ണനെയും UR പ്രദീപിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഇമേജ് അത് ഒരു ഘടകമായി സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരങ്ങളെ മറികടക്കുന്നതിന് അത് ഒന്നാമത്തെ കാരണമാണ്, അവരുടെ വ്യക്തിപരമായ ഇമേജ്. 2, UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് ആ വോട്ടുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മാത്രമുള്ള കഴിവില്ലാതായിപ്പോയി. കാരണം ഒരു സാജൻ്റെ ആളായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. അതോടൊപ്പം മറ്റു പല കാര്യങ്ങളും അവർക്കെതിരെ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിയുന്ന കാര്യമല്ല. പക്ഷെ പലപ്പോഴും അവരുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരൊരു ടെലിവിഷൻ ആങ്കറുടെ ഒക്കെ ഒരു ഭാഷയിൽ സംസാരിക്കുന്നത് പോലെയാണ്. ഇപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു ജനപ്രതിനിധിയായിട്ട് ഒരു സാധാരണക്കാരൻ്റെ ഭാഷ, ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്തുള്ളത് സാധാരണക്കാരൻ്റെ ഭാഷ സംസാരിക്കുന്ന അവരോടൊപ്പം ഇടപഴകുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇപ്പുറത്തും അതേ രീതിയിൽ വേണം. പകരം ഒരു ടെലിവിഷൻ ആങ്കർ സംസാരിക്കുന്നത് പോലെ പാട്ടൊന്നും തെറ്റല്ല, പക്ഷേ ആ ഒരു നിലയിൽ നിന്ന് ഒരു സെലിബ്രിറ്റി കാഴ്ചപ്പാടിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സംസാര രീതിയിൽ നിന്ന് പുറത്ത് കടന്നിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ ബോഡി ലാംഗ്വേജിലേക്ക് വന്നില്ല. നിങ്ങൾ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എത്ര പെട്ടെന്നാണ് അത് ആ രീതിയിൽ സംസാരിക്കുന്നതും ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കുന്നതും മറുപടികൾ പറയുന്നതൊക്കെ. അപ്പോൾ ആ നിലയിൽ വരാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മറുനാടൻ, ഞാനിപ്പോൾ പറയാൻ കാരണം, ഒരു സ്ഥലത്ത് മറുനാടൻ കരയുന്നു, അദ്ദേഹത്തെ പിന്തുണക്കാത്തതിൻ്റെ പേര് C. കൃഷ്ണകുമാർ തോറ്റു. എന്നാൽ ചേലക്കരയിൽ രമ്യ ഹരിദാസ് തോൽക്കാനുണ്ടായ ഒരു കാരണം ഈ പറഞ്ഞ സാജൻ ഷക്രിയയുമായി ഫോട്ടോ ഇട്ടതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ വിരോധാഭാസം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയുന്നു, ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തലായിട്ട് തന്നെ കണക്കാക്കണം. കാരണം ഭരണവിരുദ്ധ വികാരത്തെ നേരിടാൻ അവിടുത്തെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ ഇമേജും അതുപോലെ UDF സ്ഥാനാർത്ഥിക്കുണ്ടായിട്ടുള്ള കുറവുകളും മറ്റൊന്ന്, ഇതൊരു സംവരണ മണ്ഡലമായതുകൊണ്ട് തന്നെ സംവരണ സീറ്റുകളിൽ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ, സ്ഥാനാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരാൻ UDFന് കഴിയാതെ പോയതിൻ്റെയും ഒക്കെ പരിണിത ഫലമാണ് ചേലക്കരയിലെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് പരാജയമുണ്ടായത്. LDFനുണ്ടായ പരാജയത്തിൽ ഒരിക്കലും LDF അഹങ്കരിക്കേണ്ടതില്ല. അഥവാ അവർ അഹങ്കരിച്ചു പോയാൽ അവർക്ക് 2026 ഉണ്ടാകാൻ പോകുന്നത് കനത്ത പരാജയമാണ്. നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള, സ്വപ്നത്തിൽ പോലും ഉണ്ടാവില്ല അത്തരത്തിലുള്ള പരാജയം അവർക്ക് ഏറ്റു നൽകേണ്ടി വരും. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ല എങ്കിൽ അവർക്കത് വലിയ ക്ഷണം ചെയ്യും CPM എന്ന കാര്യത്തിൽ തർക്കമില്ല. വീണ്ടും ഞാൻ പറയുന്നു, സാജൻ ഷക്രിയയുടെ കരച്ചിൽ വ്യത്യസ്തമായി പോയി. അദ്ദേഹത്തോട് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ C. കൃഷ്ണകുമാർ തോറ്റു. എന്നാൽ ഞങ്ങൾ പറയുന്നു, അദ്ദേഹത്തോട് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒറ്റ കാരണത്താൽ മാത്രം രമ്യ ഹരിദാസ് തോറ്റു. അല്ലെങ്കിൽ ഒരു 5000-ലേക്കെങ്കിലും ഭൂരിപക്ഷം കൊണ്ടുവരാൻ അവർക്ക് കഴിയുമായിരുന്നു.